എന്തൊരു ചൂടാണിത്! ഇപ്പോൾ ഒട്ടുമിക്കവരും ഏറ്റവും കൂടുതൽ തവണ പറയുന്നത് ഇക്കാര്യമാണ്. ഇന്ത്യ ഉരുകുകയാണ്. കനത്ത ചൂടിൽ ജനങ്ങളും മൃഗങ്ങളും എല്ലാം വലയുന്നു. ഏറ്റവും ചൂടേറിയ വർഷമെന്ന 2023 റെക്കോർഡ് 2024 തകർക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സംഭവിക്കുന്നത് എന്താണ്? ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം. കൃത്യമായൊരു ഡെഫിനിഷൻ ഉഷ്ണതരംഗത്തിന് നമുക്ക് പറയാനാവില്ല. ലോകത്ത് നാം താമസിക്കുന്നത് എവിടെയാണെന്നും അവിടെ സാധാരണയായി അനുഭവപ്പെടുന്ന അന്തരീക്ഷ താപനില എത്രയെന്നും അടിസ്ഥാനമാക്കിയാണ് ഉഷ്ണതരംഗത്തെ നിർവചിക്കുന്നത്. മനുഷ്യ ശരീരത്തിന് അപകടകരമായ രീതിയിലേക്ക് അന്തരീക്ഷ താപനില ഉയരുന്നതിനെയാണ് പൊതുവെ ഉഷ്ണതരംഗമെന്ന് പറയാറ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് രാജ്യത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. മലയോര മേഖലയിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില പോകുമ്പോഴും സമതല പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുമ്പോഴുമാണ് ഉഷ്ണതരംഗ സാഹചര്യമെന്ന് കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നത്. തുടർച്ചയായി സാധാരണ താപനിലയിൽ നിന്ന് 4.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. 2011-2020 കാലഘട്ടത്തിൽ 600-ലധികം ഉഷ്ണതരംഗങ്ങളാണ് ഇന്ത്യയിലുണ്ടായത്. എങ്ങനെയാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നതെന്ന് നോക്കിയാലോ? അന്തരീക്ഷത്തിൽ ഉയർന്ന മർദ്ദമുള്ള പ്രദേശം രൂപപ്പെടുന്നു. ഇങ്ങനെ ഹൈ പ്രഷർ മേഖലയെ ആന്റി സൈക്ലോൺ എന്നാണ് പറയുന്നത്. ഇത് ഒരു ട്രാപ്പ് പോലെ ഉയർന്ന താപനിലയെ അവിടെ തന്നെ നിലനിർത്തുന്നു. ഹൈ പ്രഷർ സിസ്റ്റം മേഘങ്ങളെയും തണുത്ത കാറ്റിനെയും അകറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴുണ്ടാകുന്ന ഉഷ്ണതരംഗത്തിന് പ്രധാന കാരണം എൽനിനോ പ്രതിഭാസമാണ്. എൽനിനോ മൂലം ഇന്ത്യൻ മഹാസമുദ്രത്തിലും അനുബന്ധ പ്രദേശങ്ങളിലും താപനില ഉയർന്നു. ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂടിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ആഗോളതാപനം, നഗരവൽക്കരണം എന്നിവ മൂലം ഉഷ്ണതരംഗങ്ങളുടെ എണ്ണം കൂടുന്നു. നാം ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഉഷ്ണതരംഗത്തിന്റെ പ്രത്യാഘാതമാണ്. ഇന്ത്യയിൽ 2012-2021 കാലഘട്ടത്തിൽ ഇതുകാരണം 10,000-ലധികം ആളുകളാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് വേനലിൽ ചൂട് കാരണം ശരാശരി 2 പേർ പ്രതിദിനം മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത്തവണ അത് കൂടുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശരീരത്തിൻ്റെ താപനില അതിവേഗം ഉയരുന്നു. നമ്മുടെ ശരീരത്തിന് അതിൻ്റെ താപനില നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ഹീറ്റ് സ്ട്രോക്ക് സംഭവിച്ച് ആളുകൾ മരണപ്പെടുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഉഷ്ണതരംഗത്തിൻ്റെ പ്രത്യാഘാതം. മഴ കുറയുന്നതും ചൂട് കൂടുന്നതുമെല്ലാം കാർഷിക മേഖലയെ ബാധിക്കും. വിളവിൽ കുറവ് വരും. ഇതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടിയേക്കും. കന്നുകാലികളെയും ഇത് ബാധിക്കും. ജലാശയങ്ങളിൽ ജലനിരപ്പ് താഴും, വരൾച്ചയുണ്ടാകും, കാട്ടുതീയുണ്ടാകും. ഇവയൊക്കെ ഒരുമിച്ചാലോ നമ്മുടെ എക്കോണമിയെ ഇത് ബാധിക്കും. ഇപ്പോൾ തന്നെ പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നിർമ്മാണ രംഗത്ത് പുറത്ത് ജോലി ചെയ്യുന്നത് പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ചൂടിങ്ങനെ കൂടിയാൽ നിർമ്മാണ മേഖലയിൽ പ്രൊഡക്ടിവിറ്റി കുറയും. ഇത് സാമ്പത്തിക മേഖലയെയും ബാധിക്കും. ചൂടിങ്ങനെ കൂടുന്നത് ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് ദരിദ്രരായ ജനങ്ങളെയാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ AC ഇടാൻ അവർക്കാകില്ല. ഫാൻ ഇട്ടാലോ കറണ്ട് ബില്ല് കൂടും, കുടുംബ ബജറ്റ് താളം തെറ്റും. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ AC ഇടും, അല്ലെങ്കിൽ ഫാൻ ഇടും. ഇതുകാരണം വൈദ്യുതി ഉപഭോഗം കൂടും. താപവൈദ്യുത നിലയങ്ങൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ വന്നാലോ ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടും. ഇതുകാരണം അന്തരീക്ഷ താപനില വീണ്ടും ഉയരും. എന്ന് മാറും ഈ ദുരിതം? എൽനിനോ പ്രതിഭാസത്തിന്റെ തീവ്രത കുറഞ്ഞ് ന്യൂട്രൽ സ്റ്റേജിലാണിപ്പോൾ. വേനൽ മഴ ആശ്വാസമാണെങ്കിലും അതിലും കുറവുണ്ടാകുന്നത് ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. കേരളത്തിൽ ലഭിക്കേണ്ട വേനൽ മഴയുടെ 1/3 മഴയെ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. 62% കുറവ്. ഇതിനു മുൻപ് 2017 ഏറ്റവും കുറവ് വേനൽ മഴ കേരളത്തിന് ലഭിച്ചത്. മെയ് 2ാം ആഴ്ചയുടെ ആദ്യത്തോടെ കേരളത്തിൽ മഴ ലഭിക്കുമെന്നാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് പറയുന്നത്. ഇതോടെ ചൂടിന് ശമനമുണ്ടാകും. എന്നാലും ലാനിന പ്രതിഭാസം ശക്തിപ്പെട്ടാലേ നമുക്ക് നല്ല മഴ ലഭിക്കൂ. എൽനിനോയ്ക്ക് വിപരീതമാണ് ലാനിന. സമുദ്രോപരിതലത്തിലെ ജലത്തിന്റെ താപനില താഴുന്ന പ്രതിഭാസമാണിത്. അതിന് ഓഗസ്റ്റ്-സെപ്റ്റംബർ വരെ നാം കാത്തിരിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ. ഇപ്പോൾ നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാം. വിദഗ്ധർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാം.